അവൾ ഗർഭിണിയാണെന്ന് അറിഞ്ഞിട്ടും അവളുടെ നിറഞ്ഞ കണ്ണുകളെ അവഗണിച്ച് ഒരു യാത്ര പോലും പറയാതെ തിരിച്ച് ഗൾഫിലേക്ക് പുറപ്പെടുമ്പോൾ എൻ്റെ നെഞ്ചിൽ പകപോക്കലിൻ്റെ ഒരു സുഖമായിരുന്നു. മോനെ, അവളോടൊന്ന് പറഞ്ഞിട്ട് പോടാ. അമ്മ പറഞ്ഞത് കേൾക്കാത്ത പോലെ നടിച്ചു. ബാക്കി എല്ലാവരോടും യാത്ര പറഞ്ഞ് ഒന്ന് തിരിഞ്ഞു പോലും നോക്കാതെ കാറിൽ കയറി. മനസ്സ് മുഴുവൻ ആയിഷയായിരുന്നു. ആദ്യമായാണ് അവളെ കാണാതെ ഒരു മടക്കം. 3 വർഷത്തെ പ്രണയം. അവൾക്ക് വേണ്ടിയാണ് അമ്മയെപ്പോലും തനിച്ചാക്കി ഗൾഫിലേക്ക് പോയത്. കൂട്ടിക്കൊണ്ടുവന്ന് പൊന്നുപോലെ നോക്കാനായിരുന്നു ഇത്രയും കഷ്ടപ്പെട്ടത്. എന്നിട്ടും ഇനി അവൾ എൻ്റെ ജീവിതത്തിൽ ഇല്ലെന്ന് ഓർത്തപ്പോൾ നെഞ്ചു പിടയ്ക്കുന്നുണ്ടായിരുന്നു. ഞാനുമായുള്ള ഇഷ്ടം അവളുടെ വീട്ടിലറിഞ്ഞപ്പോൾ മതത്തിൻ്റെ പേരും പറഞ്ഞ് എന്നെ കൊന്നു കളയുമെന്ന് പലരും അമ്മയെ ഭീഷണിപ്പെടുത്തി. അവളെ മറന്ന് ഞാൻ വേറെ കല്യാണം കഴിച്ചില്ലെങ്കിൽ അമ്മ ചത്തു കളയുമെന്ന ഭീഷണിക്ക് മുന്നിൽ അവസാനം എനിക്ക് തോറ്റു കൊടുക്കേണ്ടി വന്നു. എന്നിട്ടും പെണ്ണ് കാണാൻ പോയ വീട്ടിലൊക്കെ പെൺകുട്ടികളോട് സംസാരിക്കാൻ കിട്ടുന്ന സമയത്ത് ഇതിന് താല്പര്യമില്ലെന്ന് പറയണമെന്ന് അവരോട് അപേക്ഷിച്ചു. അങ്ങനെ ഓരോ ആലോചനയിൽ നിന്നും രക്ഷപ്പെട്ടു, ഒന്ന് ഒഴികെ. അങ്ങനെയാണ് ലക്ഷ്മി എൻ്റെ ജീവിതത്തിലേക്ക് വന്നത്. ആദ്യ ദിവസം തന്നെ ഞാൻ അവളോടുള്ള അനിഷ്ടം കാണിച്ചു തുടങ്ങി. 2 മാസത്തെ ലീവിന് വന്ന ഞാൻ കല്യാണം കഴിഞ്ഞ് 2 ആഴ്ച തികയും മുൻപേ ലീവ് ക്യാൻസൽ ചെയ്ത് തിരികെ പോയി. അവളുടെ മുഖത്ത് പോലും നോക്കാതെ, ഒന്ന് സംസാരിക്കുക കൂടി ചെയ്യാതെ. തിരികെ ദുബായിലെത്തി ഫോൺ വിളിക്കുമ്പോൾ അമ്മ അവൾക്ക് ഫോൺ കൊടുക്കാമെന്ന് പറയുമ്പോൾ ഞാൻ ഒന്നും മിണ്ടാതെ കട്ട് ചെയ്യുമായിരുന്നു. കുറച്ചു മാസങ്ങൾ കഴിഞ്ഞ് അമ്മ ഹോസ്പിറ്റലിൽ ആണെന്ന് അറിഞ്ഞാണ് ഒരിക്കൽ കൂടി നാട്ടിൽ വന്നത്. ഒരു ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു. അമ്മ ചെയ്ത തെറ്റിന് അവളെ ദ്രോഹിക്കരുതെന്ന് പറഞ്ഞ് ഒരുപാട് കരഞ്ഞു. കുഞ്ഞിലെ അച്ഛൻ മരിച്ച് എന്നെ തനിയെ വളർത്തിയതിൻ്റെ പ്രതിഫലമായെങ്കിലും എൻ്റെ കുഞ്ഞിനെ ലാളിക്കാനുള്ള ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ പറഞ്ഞപ്പോൾ ഒരു മനസാക്ഷിക്കുത്തുമില്ലാതെ അവളുടെ ശരീരം മാത്രം എൻ്റേതാക്കി. ഒന്നിനും അവൾ ഒരിക്കൽ പോലും പരാതി പറയാത്തത് എൻ്റെ ദേഷ്യത്തെ കൂട്ടിയതേയുള്ളൂ. ഒരു ചെറിയ നാണത്തോടെ അവൾക്ക് വിശേഷമാണെന്ന് പറഞ്ഞിട്ടും ഞാനൊന്നും മിണ്ടാതെ നടന്നപ്പോഴാണ് ആദ്യമായി അവളുടെ തേങ്ങൽ കേട്ടത്. ലക്ഷ്മി ഗർഭിണിയാണെന്നറിഞ്ഞ് 2-ാം ദിവസമാണ് എൻ്റെ ഈ യാത്ര വീണ്ടും ഗൾഫിലേക്ക്. വീണ്ടുമെല്ലാം പഴയതുപോലെ തന്നെ. ഫോണിൽ അമ്മയുടെ കാര്യങ്ങളല്ലാതെ അവളെപ്പറ്റി ഞാൻ സംസാരിക്കാറേയില്ലായിരുന്നു. എന്തിനേറെ അവളെപ്പറ്റി ഞാൻ ഓർക്കാറ് പോലുമില്ലായിരുന്നു. അതിനിടയിൽ ആയിഷയുടെ കല്യാണം കഴിഞ്ഞതും വേദനയോടെ ഞാൻ അറിഞ്ഞു. ഒരു ദിവസം താമസ സ്ഥലത്ത് നിന്നും ജോലി സ്ഥലത്തേക്ക് പോകുമ്പോഴാണ് ഒരാൾ വണ്ടിക്ക് കൈനീട്ടിയത്, ഒരു പൂർണ്ണ ഗർഭിണിയെയും താങ്ങിപ്പിടിച്ചുകൊണ്ട്. അവരാണെങ്കിൽ നിൽക്കാൻ പോലും കെൽപ്പില്ലാത്ത പോലെ തോന്നിച്ചു. അധികം വാഹനങ്ങളില്ലാത്ത സ്ഥലമായതുകൊണ്ട് എനിക്ക് നിർത്താതെ പോകാൻ തോന്നിയില്ല. കണ്ടിട്ട് ഈജിപ്ഷ്യൻസ് ആണെന്ന് തോന്നി. അയാൾ കരഞ്ഞുകൊണ്ട് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോകാനാണെന്ന് മാത്രം മനസ്സിലാക്കിയെടുത്തു. ആ സ്ത്രീയാണെങ്കിൽ വേദന കൊണ്ട് പുളയുന്നുണ്ടായിരുന്നു. ആശുപത്രിയിലെത്തി അവരെ പുറത്തിറക്കിയതും ആ സ്ത്രീ കുഴഞ്ഞു വീണു. അവസാനം അയാളും ഞാനും താങ്ങിപ്പിടിച്ച് അവരെ ഒരിടത്ത് ഇരുത്തി. പക്ഷേ വിസയുടെ കാലാവധി കഴിഞ്ഞതിനാൽ അനധികൃതമായി താമസിക്കുന്നവരെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യില്ലെന്ന് അവർ തീർത്തു പറഞ്ഞു. അയാൾ അവിടെ ഓരോരുത്തരോടും യാചിച്ചു. പക്ഷേ ഫലമുണ്ടായില്ല. കരഞ്ഞു തളർന്ന അവരെയും കൊണ്ട് പിന്നെയും പോയി 2-3 ആശുപത്രികളിൽ. പക്ഷേ എല്ലാവരും കൈയൊഴിഞ്ഞു. എനിക്കാണെങ്കിൽ അവരെ പാതി വഴിയിൽ ഉപേക്ഷിക്കാനും തോന്നിയില്ല. ഇടയ്ക്കിടെ ഒന്ന് മയങ്ങുമ്പോൾ ഒരു ഞരക്കം മാത്രം കേൾക്കും. പിന്നെയും വേദന കൂടുമ്പോൾ ഞെട്ടി എഴുന്നേറ്റ് കരയും. ഭർത്താവാണെങ്കിൽ അവരെ ചേർത്ത് പിടിച്ച് പ്രാർത്ഥനയിലും. അവസാനം ഒരു മരുഭൂമിയിലെത്തിയപ്പോൾ അവർക്ക് വേദന കൂടി. ആ വേദനയിലും കുഞ്ഞിന് ഒന്നും വരുത്തരുതേ എന്നാണ് അവർ പറയുന്നത് എന്നെനിക്ക് മനസ്സിലായി. ഇനി ഒരു നിമിഷം പോലും മുന്നോട്ട് പോകില്ലെന്ന് മനസ്സിലായതുകൊണ്ടാവണം ഭർത്താവ് കരഞ്ഞുകൊണ്ട് എൻ്റെ സഹായം ചോദിച്ചു. കുറച്ചു മാറി കണ്ട ഒരു കെട്ടിടത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചെങ്കിലും നീര് വച്ച് വീങ്ങിയ കാലും അത്രയും വേദനയും വച്ച് അവർക്കൊരു അടി പോലും നടക്കാൻ കഴിഞ്ഞില്ല. അവസാനം കാറിൽ തന്നെ കിടത്തി. ചെറുതായൊന്ന് കൈ മുറിഞ്ഞാൽ പോലും ബോധം പോകുന്ന എനിക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു ആ കാഴ്ച. നൊന്ത് പ്രസവിച്ചതിൻ്റെ കണക്കു പറഞ്ഞ അമ്മയോടും ഗർഭിണിയായ ഭാര്യയോടും ഉണ്ടായിരുന്ന പുച്ഛം ആ കാഴ്ചയോടെ ഇല്ലാണ്ടായി. വേദന കൊണ്ട് അവൾ നഖം കൊണ്ടേൽപ്പിച്ച കൈയിലെ മുറിവിൽ ചോര പൊഴിഞ്ഞിട്ടും അയാൾ അവളെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചുകൊണ്ടേയിരുന്നു.
പെട്ടെന്ന് അവൾ നിലവിളിക്കാൻ തുടങ്ങി. അയാളാണെങ്കിൽ അവളുടെ വയറിന് അമർത്തിക്കൊടുക്കുന്നുമുണ്ട്. പതിയെ കരച്ചിൽ നിന്നു. അയാളൊരു ചോരക്കുഞ്ഞിനെ വലിച്ചെടുത്തു. പക്ഷേ അത്രയും സഹിച്ചിട്ടും കുഞ്ഞിനെ ജീവനോടെ കിട്ടിയില്ല. അവള് മരിച്ച കുഞ്ഞിനെ മാറോട് ചേർത്ത് നെഞ്ചു പൊട്ടിക്കരഞ്ഞു. അയാൾ അപ്പോഴും അവളെ ചേർത്ത് പിടിച്ചിട്ടുണ്ടായിരുന്നു. ഞാനൊരു ദുസ്വപ്നം കണ്ടതായിരിക്കണേ എന്ന് പ്രാർത്ഥിക്കാനേ എനിക്ക് കഴിഞ്ഞുള്ളൂ. അവരെ അവരുടെ സ്ഥലത്ത് കൊണ്ടാക്കി തിരിച്ചു വരുമ്പോൾ മനസ്സാകെ അസ്വസ്ഥമായിരുന്നു. പെട്ടെന്നൊന്ന് അമ്മയുടെ അടുത്തെത്തി പഴയതുപോലെ ആ മടിയിലൊന്ന് കിടക്കാൻ തോന്നി. വീട്ടിലെത്തി അമ്മയെ വിളിച്ച് അമ്മയുടെ ശബ്ദം കേട്ടപ്പോഴാണ് മനസ്സിന് തെല്ലൊരാശ്വാസം കിട്ടിയത്. ഫോൺ വയ്ക്കാൻ നേരം ലക്ഷ്മിക്കൊന്ന് കൊടുക്കാൻ പറഞ്ഞപ്പോൾ അമ്മയൊന്ന് ഞെട്ടി. അപ്പോൾ തന്നെ കൊടുത്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ വിളിക്ക് വേണ്ടി അവൾ ഇപ്പോഴും അമ്മയ്ക്ക് പിറകിൽ കാത്തിരിക്കാറുണ്ടെന്ന്. സുഖമാണോ നിനക്ക്? അവള് കരച്ചിലടക്കാൻ പാടുപെടുന്നുണ്ടായിരുന്നു. നമ്മുടെ കുഞ്ഞിനോ? അത് കേട്ടപ്പോൾ അവൾ പൊട്ടിക്കരഞ്ഞു. പിന്നെ എനിക്കുമൊന്നും പറയാൻ കഴിഞ്ഞില്ല. വാക്കുകൾ എവിടെയോ കുരുങ്ങിക്കിടന്നു. പിന്നെയെന്നും അമ്മയോടൊപ്പം അവളോടും സംസാരിച്ചു. അവൾക്ക് മാസം 9 തുടങ്ങുന്നതിന് മുൻപേ തന്നെ ഞാൻ നാട്ടിലെത്തി. അവളുടെ വീട്ടിൽ നിന്നും അവളെ തിരിച്ച് എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. വേദനിക്കുമ്പോൾ കാല് തടവിയും നടുവ് ഒഴിഞ്ഞും അവളുടെ കൂടെ തന്നെ നിന്നു. രാത്രി ഉറക്കം വരാതെ തിരിഞ്ഞോ മറിഞ്ഞോ കിടക്കാനാവാതെ ബുദ്ധിമുട്ടുമ്പോൾ നെഞ്ചത്ത് ചേർത്ത് കിടത്തി നെറ്റിയിൽ തലോടി തലോടി അവളെ ഉറക്കും. കൊതിയുള്ളതൊക്കെ വാങ്ങിച്ചു കൊടുത്തും കഴിക്കാതിരിക്കുമ്പോൾ ശാസിച്ചും ഞങ്ങൾ ഒന്നായി. കഴിഞ്ഞതൊന്നിനും പരാതിയോ പരിഭവമോ പറയാതെ അവൾ എൻ്റെ ജീവനായി. നെറ്റിയിലൊരു ഉമ്മ കൊടുത്തു. ഞാനില്ലേ കൂടെ എന്ന് ആശ്വസിപ്പിച്ചു. ലക്ഷ്മിയെ ലേബർ റൂമിലേക്ക് അയച്ച് ആശുപത്രി വരാന്തയിൽ ടെൻഷൻ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ഒടുക്കം തുണിയിൽ പൊതിഞ്ഞ് എൻ്റെ മാലഹ കുഞ്ഞിനെ കിട്ടിയപ്പോൾ അമ്മയുടെ ആഗ്രഹം പോലെ എൻ്റെ മോളെ അമ്മയുടെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ ഞാൻ അനുഭവിക്കുകയായിരുന്നു പ്രിയപ്പെട്ടവരുടെ സന്തോഷം, അതിലുള്ള എൻ്റെ സംതൃപ്തി. ഇങ്ങനെയുള്ള മനോഹരമായ കഥകൾ കേൾക്കാൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.